ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഫെബ്രുവരി 14-ന് ഞങ്ങൾ നടത്തിയ ഒരു യാത്ര വീഡിയോ ആണ്. യാത്രയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എവിടേക്കാണ് എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയേ പറയാം. ഒരുപാട് ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ഹാപ്പി ടൈമൊക്കെ നമ്മൾ ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ കിടന്നോട്ടെ അല്ലേ. ഓക്കെ, അപ്പം ഞങ്ങൾ 9 മണിയോട് കൂടിയിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 9 മണിക്ക് ഏകദേശം ഒരു 12 മണി ഒക്കെ ആവുന്ന സമയത്ത് എത്താം, അല്ലെങ്കിൽ 1 മണി ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 1 മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്താം എന്ന ധാരണയോട് കൂടിയിട്ട് തന്നെയായിരുന്നു യാത്ര പുറപ്പെട്ടത്. പക്ഷേ വയനാട്ടിൽ എപ്പോഴത്തെയും പോലെ തന്നെ ബ്ലോക്ക് കുടുങ്ങി. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിലോട്ടാണ്. ദേവാലയിലെ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിലോട്ട്. അവിടേക്കുള്ള ആ ഒരു റോഡാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളൊരു റോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടുങ്ങിയൊരു റോഡാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എങ്കിലും നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പം വൈൽഡ് പ്ലാനറ്റിൻ്റെ എൻട്രൻസിലെത്തി. ഈ ഒരു എൻട്രൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തൊട്ടടുത്ത് റിസോർട്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷേ അല്ല, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ കാറ് അവരുടെ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ്, അവരുടെ വണ്ടിയിലാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണിത്. ചെറിയ വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ തടാകങ്ങളും ഒക്കെ, ഒരുപാട് ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തുന്നത്. അപ്പം ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഇവിടെ 2 മണിയാകുമ്പോഴത്തേക്കും കിച്ചൺ ക്ലോസ് ആവും. അപ്പം നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് റൂമിലോട്ട് പോകുന്നത്. ഞങ്ങൾ വേഗം തന്നെ റെഡി ആയിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി അയക്കും. അപ്പം ആ വണ്ടിയിലാണ് നമ്മൾ ലോബിയിലേക്ക്, കാരണം ഇവിടെ എല്ലാ ഭാഗത്തേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. ലോബി ആണെങ്കിലും അതുപോലെ തന്നെ ആക്ടിവിറ്റി ഏരിയാസ് ആണെങ്കിലും ഒക്കെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് വണ്ടി ഉണ്ടെങ്കിലേ പെട്ടെന്ന് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ചെയ്തത് സിപ്പ് ലൈൻ ആയിരുന്നു. പിന്നെ സിപ്പ് ലൈന്, കയാക്കിംഗ്, മങ്കി സ്ക്രോളിംഗ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. അവരുടെ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയുടെ ഫുൾ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. ഈ ഒരു വ്യൂ എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഒരു റിസോർട്ടിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെയും ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെയും ബഫർ സോണിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈൽഡ് അനിമൽസ് ഒക്കെ ഈ ഒരു സറൗണ്ടിങ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ നമുക്ക് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ രാത്രികാലങ്ങളിൽ ഒരു ആക്ടിവിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പോലും റൂമിൽ നിന്ന് ഇറങ്ങി ചുമ്മാ ഒരു വാക്കിന് പോലും അതൊക്കെ ഇവർ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു അനിമൽ അറ്റാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലെത്തി. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ തീമിലാണ് അവർ റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് റിസോർട്ടിൽ. നമുക്ക് എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ഒരു മോർണിംഗ് വാക്കിന് പോയാലോ? അങ്ങനെ ചെക്കൗട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അവർ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.